അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ മുനവ്വിർ ഫൈറൂസ്, SNECയുടെ വാദിയുത ഓമശ്ശേരി ശരീഅത്ത് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് സമസ്തയെക്കുറിച്ചാണ്. നമ്മുടെ സമസ്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ കേരളത്തിലെത്തിയിരുന്നു. അറബ് സമൂഹക്കാർ വ്യാപാരത്തിനു വേണ്ടി മലബാറിൻ്റെ തീരത്ത് ഇറങ്ങിയത് മുതലാണ് കേരളത്തിൽ ഇസ്ലാം എത്തിയതെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം 1925 കോഴിക്കോട് വലിയ ജുമാഅത്ത് പള്ളിയിൽ വെച്ച് വലിയ നേതാക്കന്മാരും പണ്ഡിതന്മാരും എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു പ്രസ്താവന രൂപീകരിക്കുകയും ചെയ്തു. ആ പ്രസ്താവത്തിന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് നാമകരണവും ചെയ്യപ്പെട്ടു. അങ്ങനെ 1926 ജൂൺ 26 സമസ്ത എന്ന ഇത് ഔദ്യോഗികമായി നിലവിൽ വന്നു. അതിനുശേഷം സമസ്തയുടെ കീഴിൽ പല സംഭവങ്ങളും നമ്മുടെ കേരളത്തിലും മറ്റു രാജ്യങ്ങളിലുമല്ലാതെ വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട നമുക്കറിയുന്ന ഒരു സംഭവം തന്നെയാണ് നമ്മുടെ ഇസ്ലാമിക മദ്രസ. കേരളത്തിലും അതിന് പുറത്തുള്ള രാജ്യങ്ങളിലും മറ്റു സ്റ്റേറ്റുകളിലുമൊക്കെ നമ്മുടെ മദ്രസ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. അങ്ങനെ പല സമ്മേളനങ്ങൾ ഇപ്പോൾ സമസ്തക്ക് കഴിഞ്ഞ് അങ്ങനെ നമ്മുടെ സമസ്ത ഇപ്പോൾ 100 വയസ്സ് തികയാണ്ടായി, അഥവാ 100ാം വാർഷികത്തിലേക്ക് എത്തുകയാണ് നമ്മുടെ സമസ്ത. അതിൽ 2023 സമസ്ത 100ാം വാർഷികമായി അനുബന്ധിച്ചുകൊണ്ട് SNEC എന്ന ഒരു പ്രസ്താവന രൂപീകരിച്ചു. അതിൽ ഇപ്പോൾ 12 സ്ട്രീമുകളും 53 കോളേജുകളും 500-ൽ പരം അധ്യാപകന്മാരും 5700 വിദ്യാർത്ഥികളും ഇപ്പോൾ സമസ്ത SNEC കൊണ്ട്. ഇതെല്ലാം SNEC വെറും 3 വർഷം കൊണ്ടാണ് വാർത്തെടുത്തത്. സമസ്ത 100ാം വാർഷിക അന്താരാഷ്ട്ര സമ്മേളനം കാസർഗോഡ് കുനിയിൽ വെച്ച് നടത്തുന്നു. അവിടേക്ക് എല്ലാവരെയും ആദരവായി ഞാൻ ക്ഷണിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ ഈ സമസ്തയുടെ കുറിച്ചുള്ള കുറച്ച് വാക്കുകൾ നിർത്തുന്നു. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.